أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. സഹോദരങ്ങളെ, നമ്മൾ ഏറെ പ്രാവശ്യം കേട്ട സൂറത്ത് ബഖറയിലെ 127-ാമത്തെ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണക്ക് കൂട്ടാത്ത ജീവിത പ്രതിസന്ധികളിൽ നമ്മുടെ അവസ്ഥകൾ വരുമ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, അതുമല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങളാവാം. അങ്ങനെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഇനി രോഗങ്ങളാവാം. പ്രാർത്ഥിക്കാത്ത മനുഷ്യരും പ്രാർത്ഥിച്ചു പോകും. മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യും, പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് കത്തയക്കും, വാട്സപ്പിലൂടെ സന്ദേശം അയക്കും, ഞാനിങ്ങനെ പ്രതിസന്ധിയിലാണ്, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ചിലർ മഠങ്ങൾ തേടി തീർത്ഥയാത്ര നടത്തുകയും ജീവിതത്തിൽ വലിയ ഒരു മാറ്റമായി ആ പ്രതിസന്ധി കാരണമായി തീരുകയും ചെയ്യുന്നവരൊക്കെയുണ്ട്. ചുരുക്കം ചില ആളുകൾ ഇത്തരം പ്രതിസന്ധികളിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വിഷം കഴിച്ച് തീരുന്നവരും ട്രെയിനിന് തലവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നവരൊക്കെയുണ്ട്. ചിലർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആത്മീയതയിലേക്ക് തിരിയുന്നവരുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് യൂനുസിലെ 12-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വൈദാ മസ്സൽ ഇൻസാന അല്ലുറു, മനുഷ്യനെ കെടുതികൾ ബാധിച്ചാൽ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ, ദആനാലി ജംബിഹി ഔ ഖായിദൻ ഔ ഖായിമ, മനുഷ്യർ കിടന്നേടത്ത് കിടന്ന്, അല്ലെങ്കിൽ ഇരുന്നേടത്തുനിന്ന്, അല്ലെങ്കിൽ നിൽക്കുന്നിടത്തുനിന്ന് മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഫലമ്മാ കശഫ്ന അൻഹു, അവൻ ഏതൊരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നുവോ അത് അള്ളാഹു അവനെ മോചിപ്പിച്ചാൽ, ആ പ്രതിസന്ധി, ആ വിഷമഘട്ടം അവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യും? മറ കഅല്ലം യദ്ഉന ഇലാ ളുരിൻ മസഹു, വിപത്ത് ഏൽക്കാത്തവനെ പോലെ അവൻ ശാന്തനായി നടന്നു നീങ്ങുന്നതും ഇനിയൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ലാത്ത പോലെ ജീവിച്ച് മുന്നേറുകയും ചെയ്യുന്നു എന്നും മനുഷ്യനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥന, അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമുള്ള പ്രാർത്ഥന, തനിക്ക് പരിഹാരം കാണാൻ കഴിയാതിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഇതല്ല വിശ്വാസിയിൽ നിന്ന് അള്ളാഹ് പ്രതീക്ഷിക്കുന്നതും വിശ്വാസികൾ ലക്ഷ്യം വെക്കേണ്ടതും. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തി. ആ കഅബ പടുത്തുയർത്തുക ഇബാദത്തിന് വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള പ്രഥമ ഗേഹമാണ് കഅബ. അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി ഇനി ഒരാൾക്ക് ചെയ്യാനില്ല. അത്രയും വലിയ മഹത്തരമായൊരു ഇബാദത്താണ് കഅബ പടുത്തുയർത്തി മുസ്ലിംകളുടെ കിബിലയായത് നിശ്ചയിക്കുകയും ചെയ്തു. ആ കഅബ പടുത്തുയർത്തി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന, പടച്ച റബ്ബേ ഇത് ഞങ്ങളിൽ നീ സ്വീകരിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അതിലും വലിയ, ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കാക്കുവോ? അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടിയുണ്ടോ എന്നല്ല. വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് വരുന്നത്, മകനെയും കൂട്ടി ഈ ത്യാഗം അനുഭവിക്കുമ്പോൾ അത് തൻ്റെ മീസാനിൽ പടച്ച റബ്ബ് കനം തൂങ്ങുന്നൊരു ഇബാദത്തായി വരവ് വെക്കേണ്ടതുണ്ട്. ഇതാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇത് ഉണ്ടാക്കിയത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നവൻ നാഥ നീയാണ്.
നീ ഇത് കബൂൽ ചെയ്യണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം ഒരു ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ഇബാദത്തുകളും കഴിഞ്ഞിട്ട് ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹജ്ജത്തൻ ലാ സുംഅത്തൻ വലാ റിയാഅൻ. പടച്ചോനെ, ഈ ഹജ്ജ് ഒരു കേൾവിക്ക് വേണ്ടിയുള്ളതാക്കരുത്, ഒരു റിയാവിന് വേണ്ടിയുള്ളതാക്കരുത്. എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൻ്റെ ശേഷം ഒരു വാല് അധികം വരാൻ മുഹമ്മദ് ഹാജി എന്നുള്ളൊരു പ്രവൃത്തിയായിട്ടല്ല ഇത് മാറേണ്ടത്. അല്ലെങ്കിൽ നബിയും കൂടി ഹജ്ജ് ചെയ്തല്ലോ എന്നുള്ളതിനല്ല ഈ ഹജ്ജ് മാറേണ്ടത്. അത്തരം റിയായിൽ നിന്നും സുംഅത്തിൽ നിന്നും ഇല്ലാത്ത അവസ്ഥയിൽ കുറ്റമറ്റ ഒരു ഹജ്ജ് മബ്റൂറായി സ്വീകരിക്കണേ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യുസ്തജാബ ലഹു ഇൻദൽ കർബി വശദാഇദി. കഷ്ടപ്പാടും വിപത്തുകളും വരുമ്പോൾ തൻ്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കണം എന്ന് തോന്നുന്ന ആളുകൾ ചെയ്യേണ്ടത് ഫൽയുക്സിരി ദുആ ഇൻദ റഹ. ഐശ്വര്യവും സമൃദ്ധിയും വരുമ്പോഴും അള്ളാഹുവിനോട് എമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് പോവുകയും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ വരുമാന സ്രോതസ്സുകളൊക്കെ നിലനിൽക്കുകയും കുടുംബവും മക്കളുമൊക്കെ മനസംതൃപ്തി നൽകുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇനിയൊരു പ്രാർത്ഥന ഇന്ന് ആവശ്യമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അനുദിനം ഓരോ സെക്കൻഡിലും നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. കാരണം ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി ഖുർആൻ പറയുന്നുണ്ട്, വൈ യംസസ്കല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു. ഒരു വിപത്ത് ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മോചിപ്പിക്കാൻ അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അതാ ഇല്ലാ ഹുവ. വൈ യുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി. അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഖൈറിനെ തട്ടി മാറ്റുന്ന ഒരുത്തനുമില്ല. എന്നിട്ടോ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹ് അവൻ്റെ അടിമകൾക്ക് എന്താണോ ഉദ്ദേശിച്ചത് അത് യഥാർത്ഥത്തിൽ നടക്കും. വേറൊരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല, മാറ്റാനോ തിരുത്താനോ കഴിയില്ല. അപ്പം അത്തരം ഒരു ബോധ്യമുള്ള ഒരുത്തൻ ജീവിതത്തിൽ ഖൈറ് വരുമ്പോഴും അള്ളാഹു നൽകിയതാണെന്നും ഷർറ് വരുമ്പോഴും അള്ളാഹ് എന്നെ പരീക്ഷിക്കുന്നതാണെന്നും ബോധ്യത്തോടെ റബ്ബിൻ്റെ അടുത്ത് വിനീത ദാസനായി മാറാൻ രണ്ടും കാരണമായി തീരും. റസൂലുള്ളാഹ് അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അവന് വിപത്തുകൾ വരുമ്പോൾ ക്ഷമയോടെ പ്രതിഫലാർഹമാക്കി മാറ്റുന്ന അടിമ, അവന് അനുഗ്രഹങ്ങളാണ് കുമിഞ്ഞു കൂടുന്നതെങ്കിൽ ശുക്ർ കാണിച്ചും അത് പ്രതിഫലാർഹമാക്കി മാറ്റും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തുടങ്ങുന്നത് ഓരോ പ്രഭാതത്തിലും റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ. പടച്ചോനെ, പ്രയോജനപ്രദമായൊരു ഇൽമ് എനിക്ക് നീ പ്രദാനം ചെയ്യണം. എൻ്റെ ഇബാദത്തുകളെ, എൻ്റെ മുആമലാത്തുകളെ, എൻ്റെ വിശ്വാസങ്ങളെയൊക്കെ കൃത്യപ്പെടുത്തുന്ന ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൽമ് നീ എനിക്ക് നൽകണം. രണ്ടാമത് പറയുന്നൊരു വാക്ക് വരിസ്ഖൻ ത്വയ്യിബൻ. ത്വയ്യിബായ ആഹാരങ്ങൾ, ജീവിത വിഭവങ്ങളും എനിക്ക് നൽകണം. മൂന്നാമത് പറയുന്ന വാക്ക് വ അമലൻ മുതഖബ്ബലൻ. സ്വീകരിക്കുന്ന അമലായി പോകണം. അത് പാഴായി പതിരായി പരലോകത്തെത്തുമ്പോൾ പ്രതിഫലമില്ലാതാവരുത്. അത് കുറ്റമറ്റ രൂപത്തിൽ അമലായി സ്വീകരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, എന്ത് ഇബ്രാഹിമിനോട് നമ്മൾ കൽപ്പിച്ചുവോ അനുസരണത്തോടെ മറുപടി പറയുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. അള്ളാഹ് കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോഴേക്ക് സമർപ്പിച്ചു. മകനെ അറുക്കണമെന്ന് കൽപ്പിച്ചപ്പോഴേക്ക് ഫലമ്മ അസ്ലമ,
രണ്ടാളും അറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയരായി. അങ്ങനെയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ സന്നദ്ധനായ, ബലിക്കല്ലിൽ മകനെ കൊണ്ടുപോയി കിടത്തുന്ന വാപ്പ, അറുക്കാൻ സന്നദ്ധനായ പിതാവ്, അറുക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന മകൻ. എന്നിട്ട് ആ ഇബ്രാഹിം നബിൻ്റെ ഒരു പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക്. പടച്ച റബ്ബേ, ഞങ്ങളെ നിനക്ക് അനുസരിക്കുന്നവരാക്കി മാറ്റണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിക്കുന്നവനാണ് എന്ന് അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞ ഇബ്രാഹിം നബി, എന്താണോ അള്ളാഹ് കൽപ്പിക്കുന്നത് കേൾക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബി, അങ്ങനെ ജീവിച്ച അള്ളാഹുവിൻ്റെ ഖലീലാണ് എന്ന് അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വജ്അൽനാ മുസ്ലിമൈനി ലക്, നിനക്ക് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. പോരാ, ഒരു ഇബ്രാഹിം മാത്രം പോരാ, വമിൻ ദുർരിയത്തിനാ, ഞങ്ങളുടെ മക്കളും നിനക്ക് വഴിപ്പെടുന്നവരാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ വരുമ്പോഴാണ്, ആ പ്രാർത്ഥനയിലൂടെ സായുജ്യം കണ്ടെത്തുമ്പോഴാണ് പിന്നീട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചവരാണ്, ശരിയാണ്. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ മീസാനിൽ കനം തൂങ്ങുമോ? അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു സംഗതിയാണ്. വല്ല പോരായ്മകളും പാകപ്പഴുകളും പുഴുക്കുത്തുകളും ബാധിച്ചിട്ടുണ്ടോ? അതുണ്ടാവാതിരിക്കാൻ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പടച്ച റബ്ബേ, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം വഷളാക്കരുത്. എല്ലാവരും പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ അമലുകളില്ലാത്ത, ബാലൻസ് ഇല്ലാത്ത, ദുന്യാവിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടലുണ്ട്. വേണ്ടത്ര മതിയായ കാശ് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ പിന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും, ഒരു ലേശം കണ്ട് പൈസ കണ്ട് അയക്കുമോ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അയച്ചു തരാം. നമ്മുടെ അമലുകൾ ശൂന്യമാണെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ അമലുകൾ പാപ്പറായിപ്പോയെങ്കിൽ, അവിടെ ആരായിട്ടും പിന്നെ സഹായിക്കാൻ കഴിയാത്ത ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഇബ്രാഹിം നബി പറയുന്നുണ്ട്. എന്ത്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളും സമ്പത്തും ഉപകരിക്കാത്ത ദിവസമാണെന്ന്, ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം. റബ്ബേ, അന്നെന്നെ വഷളാക്കരുത്, അന്ന് അപമാനിതനാകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഭൂമിയിൽ തന്നെ ഒരു മനുഷ്യൻ്റെ മാനം പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്താൽ പിന്നെ മാനം തിരിച്ചു കിട്ടുമോ? ഇബ്രാഹിം നബിയായി, അള്ളാഹിൻ്റെ ഖലീലുള്ളയായി, ഈ ജനങ്ങളുടെ ഇമാമായൊക്കെ നിശ്ചയിച്ച ഇബ്രാഹിം നബിയുടെ അമലുകൾ പാപ്പറായി പോയിട്ട് അവിടെ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എങ്കിൽ, നബിമാർക്ക് പോലും ഉറപ്പില്ലാത്തൊരു സംഗതിയാണ്. ലോകത്ത് പടച്ചവൻ്റെ കൂട്ട് മാത്രമേ ഉള്ളൂ, മറ്റാളും സഹായിക്കാനില്ല. അതുകൊണ്ട് റബ്ബിനോട് പറയാം, വലാ തുഹ്സിനി, റബ്ബേ എന്നെ ദുഃഖിതനാക്കരുത്, എന്നെ അപമാനത്തിലകപ്പെടുത്തരുത്, ഹിസിയിലാക്കപ്പെടുത്തരുത്, യൗമ യുബ്അസൂൻ. എന്നിട്ട് പറഞ്ഞു, മക്കളോ സമ്പത്തോ ഉപകരിക്കൂല, ആരൊഴികെ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, മനസ്സിൽ പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഈമാനിൻ്റെ തുടിക്കുന്ന സ്പന്ദനമായ മനസ്സ്, തൗഹീദിൻ്റെ ദൃഢതയുള്ള മനസ്സ്, അങ്ങനെയുള്ള ഖൽബുൻ സലീമിന് മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ ആ അവസ്ഥയിൽ വിജയിക്കാൻ കഴിയൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് നന്മകൾ ചെയ്ത്, ഒരുപാട് നന്മകൾക്ക് വേണ്ടി മത്സരിച്ച്, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിച്ച് ദാവത്തിന് വേണ്ടി ഒരുപാട് നാടുകൾ നടന്നു നീങ്ങിയ ഇബ്രാഹിം നബിയാണ്. എന്തൊക്കെ അള്ളാഹ് കൽപ്പിച്ചു, ആ കൽപ്പിച്ചതൊക്കെ ശിരസാ വഹിച്ച ഇബ്രാഹിം നബിയാണ്. റബ്ബേ, പരലോകത്ത് പാപ്പറാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ അറിവ്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ച റബ്ബേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കുകയും ജീവിതത്തിൽ വെളിച്ചം വേണ്ട രൂപത്തിൽ അതിനുള്ള അറിവ് പ്രദാനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടേതായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ചും പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമായി തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ.
ഒരു വിശ്വാസി രാവിലെ വിശ്വാസിയാണെങ്കിൽ വൈകുന്നേരം കാഫിറായിത്തീരുന്നൊരു കാലം വരും. വൈകുന്നേരം മുഅ്മിനായൊരു മനുഷ്യൻ നേരം വെളുക്കുമ്പോഴേക്ക് കാഫിറായിത്തീരുന്നൊരു കാലം വരും. അത്രത്തോളം വിശ്വാസങ്ങൾ പ്രതിസന്ധിയിലാകുന്നൊരു കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെ ഇങ്ങനെ സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ റിളൻ ബിമാ ഖസമല്ലാഹു ലക്, അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങൾ സംതൃപ്തിയുള്ളൊരു മനസ്സുണ്ടാവണം. അപ്പോഴാണ് റബ്ബ് നൽകുന്ന പരീക്ഷണങ്ങളിലും പതറാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ കഴിയുക. അത്തരത്തിൽ വിശ്വാസത്താൽ പ്രചോദിതരായി ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് തൗഹീദിൻ്റെ മാധുര്യവും മഹിമയും മുൻനിർത്തി ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലൂടെ സായുജ്യം നേടാനും പ്രാർത്ഥന ആത്മശാന്തി നൽകുന്ന പ്രാർത്ഥനയായി ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ